ഓൺലൈനിലൂടെ സുവിശേഷീകരണത്തിൻ്റെ വ്യാപ്തിക്കായി പ്രവർത്തിക്കുന്ന ഫെയ്ത്ത് ട്രാക്ക് എന്ന് പറയുന്ന ഒരു സുവിശേഷ സംഘം. സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപകമാണ്, ശ്ലാഘനീയമാണ്. ആ പ്രിയപ്പെട്ട ദൈവദാസന്മാർ എന്നെ ഒന്ന് കാണുവാനും അവർക്ക് ചില കാര്യങ്ങൾ ചോദിക്കുവാനും, അത് പൊതുജനത്തെ അല്ല, പ്രാർത്ഥിക്കുന്നവരെ, ദൈവമക്കളെ, ദൈവകൃപയിൽ ആഗ്രഹിക്കുന്നവർക്ക് ചില വാക്കുകൾ പറയുവാനും വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭം ഒരുക്കിയതാണ്. അതിന് പ്രത്യേകം ഫെയ്ത്ത് ട്രാക്കിനോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കും. ഈ അടുത്ത സമയത്ത് വളരെ വിവാദപരമായ കുറച്ച് വിമർശനങ്ങൾ ഇങ്ങനെ ഉണ്ടായ ഒരു വിഷയമാണ് ഈ വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന CEFI എന്ന് പറയുന്ന ഒരു എപ്പിസ്കോപ്പൽ ഡയോസിസ് സംഘടനയുടെ അവാർഡ് ദാന ചടങ്ങ്. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചു. ഇങ്ങനെ 25 വർഷം വിശുദ്ധിയോടെ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിന്ന ഒരു 7 ദൈവദാസന്മാരെ അവർ ബഹുമാനിക്കുന്നു. എക്സലൻസി ഓഫ് മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു അവാർഡ് അവരെ പറഞ്ഞപ്പോൾ അതിനകത്ത് തൃശ്ശൂരുള്ള KO തോമസ്, ജെയിംസ് സംബോൾ ഉൾപ്പെടെ ഞാൻ അറിയുന്ന മുഖ്യധാര പ്രസംഗരുടെ പേര് പറഞ്ഞപ്പോൾ അതിനകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാനും ആ സമയത്ത് 19-ാം തീയതി യെസ് എന്ന് പറഞ്ഞു. അതിനുശേഷം വന്ന പബ്ലിസിറ്റിയിലാണ് ഇതൊരു ഡയോസിസ് ആണെന്നും ഇങ്ങനെയൊക്കെ ഞാൻ അറിയുന്നത്. സത്യത്തിൽ ഈ ഡയോസിസിനെ ഞാൻ അറിയത്തില്ലെന്ന് ഞാൻ പറയല്ലോ, നേരത്തെ ഞാൻ അറിയും, ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അറിയും. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ സുവിശേഷത്തിനെതിരായ കുറേ അക്രമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ സമയത്ത് ഈ ഗവൺമെൻറ് തലത്തിൽ ഓർഡിനേഷനെ വിവാഹം നടത്താനുള്ള ലൈസൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു ഡയോസിസായിട്ടാണ് അറിയപ്പെട്ടത്. ഡോക്ടറേറ്റ്, ഗ്രാജുവേഷൻ, അങ്ങനെയൊക്കെ. ഞാനതിനെക്കുറിച്ച് ഒത്തിരി വിശദീകരിച്ച് പഠിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഈ ഓൺലൈനിലെ ഈ പ്രത്യേക സന്ദർഭം പറയുന്നു, എനിക്ക് ഈ പറയപ്പെടുന്ന ആ സംഘടനയുമായിട്ട് യാതൊരു ബന്ധമോ അവരുടെ യാതൊരുവിധ കാര്യങ്ങളിൽ ഞാനൊരു എഗ്രിമെൻ്റ് ചെയ്ത് സത്യവചനം വിട്ട് ഒരു സെൻറ്റിമീറ്റർ പോലും ഞാൻ മറ്റൊന്നിലേക്കും ചലിച്ചിട്ടില്ല, ചലിക്കുകയുമില്ല. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു. ഞാൻ 1986 സുവിശേഷ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നത്. ആദ്യത്തെ എനിക്കെതിരായിട്ടുള്ള വിവാദം ഞാൻ ഒത്തിരി ചെറുതാണെന്നുള്ളതായിരുന്നു. അതിന് ഞാൻ ഉത്തരവാദിയല്ല. അത് ഹെറിഡിറ്ററി ആൻഡ് എൻവയറമെൻ്റ് അനുസരിച്ച് എൻ്റെ കുടുംബത്തിൽ ചില പൊക്കക്കുറവിനുള്ളതാണ്. ചെറുതായിരുന്നു, ഇപ്പോൾ ഉള്ള വലിപ്പം എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് സുവിശേഷത്തിൽ എന്നെക്കുറിച്ചുള്ള ഒരു അന്നേരം ആ ഇടയ്ക്കുള്ള 88, 89 കാലഘട്ടങ്ങളിൽ ഞാനൊരു തീവ്രവാദിയാണ്, വളരെ വെട്ടൊന്ന് മുറി രണ്ടെന്നുള്ള പോലെ പറയുന്നു എന്നുള്ളതായിരുന്നു. അതൊരു വിമർശനമായിരുന്നു. അതങ്ങോട്ട് കെട്ടടങ്ങിയപ്പോൾ അടുത്ത വിമർശനം പ്രാസം പറയുന്നു എന്നുള്ളതായിരുന്നു എന്നെക്കുറിച്ചുള്ള പ്രശ്നം. പ്രാസം, സാഹിത്യം കൂടുതലാണ് അടുത്ത വിഷയമാണ്. അതങ്ങോട്ട് കെട്ടടങ്ങിയപ്പോൾ അടുത്ത വിഷയം വന്നത് ഞാൻ തമാശ, കോമഡികൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു അത് ആ വിവാദം കെട്ടടങ്ങി വന്നപ്പോഴത്തേക്ക് ഏകദേശം ഞാൻ പതാകയുടെ അടുത്തെത്തി. ഞാനത് വിട്ടെങ്കിലും ഇപ്പോഴും ഒത്തിരി പേരുടെ കയ്യിൽ അതുണ്ട്. എന്നോട് സ്നേഹമുള്ളവർ അത് കളയാറില്ല. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ എന്നെ കാണിക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാഞ്ചാലിയെക്കുറിച്ച് പറഞ്ഞെന്നുള്ളായിരുന്നു. ഇവിടെ എന്നേക്കാൾ പ്രശസ്തന്മാരും ഒത്തിരി പേര് ആൾക്കാർ ഇന്ത്യ മഹാരാജ സകല പുണ്യസ്ഥലങ്ങളെക്കുറിച്ച് പ്രസംഗിച്ച വാട്സപ്പും വീഡിയോ വന്നു. അവരെയൊന്നും ആരും ഒന്നും പറഞ്ഞില്ല. അന്നേരവും K. എബ്രഹാം പറഞ്ഞ പാഞ്ചാലി ഇങ്ങനെ. ഇത് ഇത്രയേ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് ആൾക്കാർ, വളരെ വിരലിൽ എണ്ണാവുന്ന ഒരു വിഭാഗം ആൾക്കാർ, അത്രേ ഉള്ളൂ. വിരലിൽ എണ്ണാവുന്നതിൻ്റെ താഴെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ
ഉണ്ടാക്കി, വിവാദങ്ങളുണ്ടാക്കി, അതൊരു തൊഴിലാണെന്ന് പറയാൻ പറ്റുകയില്ല, ഒരു ഹോബി പോലെ. വേറെ ജോലിയൊക്കെ ഉള്ളവരാ. അത് ഞാനിപ്പോൾ ഈ ഡയോസിസിൻ്റെയോ ഇതിൻ്റെ ഒന്നിനും കാര്യത്തിന് ഞാൻ പോകുന്നില്ല എന്ന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും ഇനി അടുത്ത കാര്യം അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന എനിക്ക് ഒരു ശത്രുവേ ഉള്ളൂ, അത് കെ എബ്രഹാം തന്നെയാണ്. ഞാൻ എന്നെ സൂക്ഷിച്ച് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിൽക്കുന്നെങ്കിൽ ഈ സത്യവേദ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിമർശനങ്ങൾക്കും ഒന്നിനും സുവിശേഷത്തെയും വിശ്വസ്തനായ സുവിശേഷ വേലക്കാരനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാവുന്നതുകൊണ്ട് ഐ ആം ഹാപ്പി. വിമർശനങ്ങൾ നടക്കട്ടെ, കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. സത്യത്തിൽ 2010 ഡിസംബർ 17 മുതൽ വിലക്കുണ്ടായെങ്കിലും ഞാനൊരു സോഷ്യൽ മീഡിയയിൽ കൂടി ലോകത്തോട് മുഴുവൻ പറയാണ്, അന്ന് മുതൽ എൻ്റെ ഒറ്റ ഡയറി ഞാൻ കളഞ്ഞിട്ടില്ല. അത് മനഃപൂർവ്വമാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാം. 300 ദിവസത്തിൽ താഴെ ഒരു വർഷത്തെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഞാൻ ആ വിലക്കിന് ശേഷം ഏകദേശം 350 ദിവസം 340 ദിവസം ഒരു വർഷത്തിൽ ഞാൻ പ്രസംഗിച്ചു. എന്നെ ഒരിക്കലും വിളിക്കാത്തവർ വിളിച്ചു. അത് അതിനേക്കാളൊക്കെ ഏറ്റവും രസകരമായ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടായതും അതുവരെ ഇല്ലാത്ത നന്മകളുടെ വാതിൽ തുറന്നതുമെല്ലാം അതിന് ശേഷമാണ്. സത്യസന്ധമായി നിങ്ങളെല്ലാം അറിയേണ്ട ഒരു കാര്യം, ഈ വിലക്ക് എന്നൊക്കെ പറയുന്നത് 1-2 പേരുടെ മനസ്സിലാണ് വിലക്കിയത്. വാർത്തയൊക്കെ വന്നത് ശരിയാണ്, പക്ഷേ IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, അനേക മുഖ്യധാര പെന്തക്കോസ്റ്റിൻ്റെ നേതൃത്വങ്ങളിലിരിക്കുന്ന അഭിഷക്തന്മാരായ നല്ല ദൈവദാസന്മാർക്ക് കെ എബ്രഹാമിനെ ജീവനാണ്. അതുപോലെ സ്നേഹമാനോട് ഞാൻ അവരെ ബഹുമാനിക്കുന്നു. അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു സ്നേഹം വന്നതിന് ഇപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതുകൊണ്ട് ഈ കഴിഞ്ഞ മാസവും PIPയുടെ കോട്ടയം ക്യാമ്പിൽ ഞാനുണ്ടായിരുന്നു. എല്ലാ വർഷവും ഒരു 10-20 കൺവെൻഷനിൽ, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷന്, ഷാരോൺ ഫെലോഷിപ്പിൻ്റെ മീറ്റിങ്ങിൽ, എറണാകുളത്തെ ഷാരോൻ്റെ റീജിയൻ കൺവെൻഷൻ ഞാൻ ഉണ്ടായിരുന്നു. കോട്ടയത്തെ ഫിലദൽഫിയയുടെ IPCയുടെ കൺവെൻഷൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ 1-2 പേര് അല്ലെ 2-3 പേരുടെ മനസ്സിൽ അത് വേറെ ആർക്കോ വേണ്ടി അവർ എന്നെ, അതൊക്കെ എന്തിനാണ്, അതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യം പോലും ഇല്ല. അതൊക്കെ നടക്കട്ടെ. പക്ഷേ ഒരൊറ്റ സംഘടനകൾക്കും എന്നോട് ഉപദേശപ്പിശക് പറഞ്ഞു എന്ന പേരിൽ ഒരു വിഷമവുമില്ല. ഇപ്പോഴീ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പരസ്യമായിട്ട് പറയുക, വേദപുസ്തകം, സത്യവേദപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു വിഷയം ഞാൻ ഉപദേശത്തിൽ തിരുത്തി പ്രസംഗിച്ചു എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ, വെല്ലുവിളിയൊന്നുമല്ല കേട്ടോ, പ്ലീസ്, വെല്ലുവിളിയൊന്നുമല്ല, ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്താമോ? ഇല്ല, നോ, ഇല്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഇല്ല. ഞാൻ നിങ്ങളുടെ കുഞ്ഞാ, അവസാനം വരെ ഉപദേശത്തിന് വേണ്ടി തന്നെ നിൽക്കും. പിന്നെ സ്നേഹമുള്ളവരെല്ലാം അവർ പറഞ്ഞു തീരുമ്പോൾ പിന്നെ അവർക്ക് എന്നെ കെ എബ്രഹാം എന്ന് പറയാൻ പോലും വിഷമമുള്ളവരുണ്ട്. അവർ അച്ഛനെ പറയും, അല്ലെങ്കിൽ ജനകീയ പ്രസംഗകൻ. സാരമില്ല, ജോസഫിനെ സ്വപ്നക്കാരൻ എന്നല്ലേ വിളിച്ചത്, അതുകൊണ്ട് ജോസഫിൻ്റെ സ്വപ്നം നടന്നില്ലേ? സ്വപ്നക്കാരൻ എന്ന് വിളിക്കുമ്പോഴാണ് സ്വപ്നം നടക്കുന്നത്. താങ്ക് യു, അതെല്ലാം സന്തോഷമാണ്. ഡിസംബർ മാസം 17 എന്നെ പെന്തക്കോസ്റ്റിൽ പ്രസംഗിപ്പിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ ഉപദേശപ്പിശക് പറയുന്ന ആളാണ്. ഹൈക്കോടതിയിൽ എൻ്റെ പേര് കേസുണ്ടെന്ന് പറഞ്ഞ് 9 പ്രാവശ്യം സൂര്യ TV-യിൽ ഒരു പേയ്മെൻറ്റ് ന്യൂസ്, അതായത് പണം കൊടുത്ത് ഇട്ട ഒരു ന്യൂസ്, എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സുവിശേഷ വേലയിൽ ഞാൻ ഏറ്റവും ഹൃദയം ഭാരപ്പെട്ടൊരു സന്ദർഭം. കാരണം നമ്മളൊരാളെ ഏതെങ്കിലും കാരണവശാൽ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന ആൾക്കൊരു ഭാര്യയുണ്ട്, ആൾക്ക് മക്കളുണ്ട്, ആൾക്ക് അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, നിരപരാധികളായ ഒരുപാട് ബന്ധുക്കളുണ്ട്. പിന്നെ എന്നെ എതിർത്ത് പറയുന്ന, വിമർശിക്കുന്ന പലരും എന്നെ കണ്ടിട്ടില്ല. അവർക്ക് എന്നെ അറിയില്ല, എന്നെ അടുത്തറിയില്ല.
ഒന്നും അറിയാതെ എൻ്റെ ആയുസ്സിൽ ഞാൻ ചിന്തിച്ചിട്ടില്ലാത്തതും എൻ്റെ ജീവിതവുമായി യാതൊരു ബന്ധമില്ലാത്തതുമായ ഒത്തിരി ആക്ഷേപങ്ങൾ, അതൊക്കെ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്ത സന്ദർഭങ്ങളുണ്ട്. കഴിഞ്ഞുപോയി ഒത്തിരി വേദനകൾ. എൻ്റെ വൈഫിനെ ഫോൺ വിളിച്ചിട്ട് നിൻ്റെ ഭർത്താവ് തിരിച്ച് വീട്ടിൽ വരില്ല, കൊന്നുകളയും, നിൻ്റെ കുടുംബത്തിൽ ഒരാളെപ്പോലും ജീവനോട് വെച്ചേക്കില്ല, അങ്ങനെയുള്ള ഫോണുകളൊക്കെ വന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു. 2008, 2009 കാലഘട്ടങ്ങളിൽ ഇടമറ്റൂരിൽ നിന്ന് ഞാൻ പുസം കഴിഞ്ഞ് പാടിമണ്ണ് വഴി മല്ലപ്പള്ളിക്ക് വരുമ്പോൾ ബൈക്കിൽ വന്നവർ കമ്പിവെടി കൊണ്ട് എൻ്റെ കാർ അടിച്ച് തകർത്ത് ഫ്രണ്ട് ഗ്ലാസ് മുഴുവൻ പൊട്ടിച്ച് ഞാൻ അപകടപ്പെടാൻ വേണ്ടി ചെയ്ത ഹല്ലേലൂയയിലൊക്കെ വാർത്തയൊക്കെ വന്നതാണ്. ആ വാർത്ത ഉണ്ടായി അപ്പോൾ ഈ വിമർശകരിട്ട മറുപടി, ഞാൻ തന്നെ ചിലരെ നിയോഗിച്ചിട്ട് അവരെ കൊണ്ട് എൻ്റെ കാർ അടിച്ച് പൊട്ടിപ്പിച്ചിട്ട് ഞാനൊരു സഹതാപതരംഗം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ്. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഇതെല്ലാം ചെയ്തത് ക്ലീൻ ഷേവ് ചെയ്ത് വെള്ള ഷർട്ടിടുന്ന, ബൈബിൾ എടുത്ത് കയ്യിൽ പിടിച്ച് സുവിശേഷകർ എന്ന പേരിൽ അറിയപ്പെടുന്നവരാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാരം. എങ്കിലും എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ, അതാണ് എൻ്റെ സന്തോഷം. സുവിശേഷ വേലയിൽ ഈ 2017 ഞാൻ കടക്കുമ്പോൾ പ്രസംഗവേദിയിൽ എൻ്റെ 30 വർഷം തികയാണ്. എന്നെ വളർത്തിയെടുത്ത മലയാളികളായ ദൈവദാസന്മാർ, കേരളത്തിലെ മുഖ്യധാര പെന്തക്കോസ്തുകൾ, അവരോടുള്ള നന്ദി ഈ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ അറിയിക്കുന്നതോടൊപ്പം എനിക്ക് വളർന്നു വരുന്ന എല്ലാ തലമുറകളോടും എല്ലാ സുവിശേഷ പ്രവർത്തകരോടും പറയാനുള്ളത്, പ്രതികരിക്കരുത്. അതായത് ഉപദ്രവിക്കുന്നവരെ ഒരു കാരണവശാലും നമ്മുടെ നാവ് കൊണ്ട് പോലും അവരെ നമ്മൾ തിരിച്ച് ഒന്നും പറയരുത്. നമ്മളെ ഒരാൾക്ക് ചാണകം വാരി എറിയണമെങ്കിൽ അയാൾ ചാണകക്കുഴിയിൽ ഇറങ്ങണം, അയാൾ കൈകൊണ്ട് ചാണകം വാരണം, അയാളുടെ കയ്യിലും കാലിലും ഷട്ടയിലും മുഖത്തും കിറിയയിലും എല്ലാം പറ്റിയ ശേഷമാണ് അതിൽ നിന്നൊരു ചെറിയ ചാണകം നമ്മുടെ നേരെ വരുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്തുണ്ടല്ലോ. അപ്പോൾ അത് നമുക്കറിയാവുന്നത് കൊണ്ട്, അതിൻ്റെ ആഴം അറിയാവുന്നതുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക. ദൈവം അയച്ചിട്ട് ചില വിമർശനങ്ങൾ വരും, അതിന് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയും. അതിനെ സ്നേഹത്തോടെ സ്വീകരിക്കുക. ഇതുപോലുള്ള നല്ല ഫെയ്ത്ത് ട്രാക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിലൂടെ എപ്പോഴെങ്കിലും ഒരു മറുപടി പറയാൻ അഭിഷക്തന്മാർ അവസരം തരുമ്പം നമ്മുടെ മനസ്സ് തുറന്ന് പറയുക. എന്തൊരു സന്തോഷമാണ്, മനസ്സിന് എന്തൊരു തണുപ്പാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ മുഴുവൻ ദൈവമക്കളോടും പറഞ്ഞ്, ഞാൻ നിങ്ങളുടെ മകനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനാണ്, അല്ലെങ്കിൽ ഇന്ന് വളർന്നു വരുന്ന കൊച്ചു തലമുറയ്ക്ക് നിങ്ങളുടെ പിതാവിനെ പോലാണ്. വേദപുസ്തകം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറില്ല. വിമർശനങ്ങൾ അവിടെ ഇവിടെ എല്ലാം കേട്ടാൽ ഒന്ന് ഫോൺ വിളിച്ച് എന്നോടൊന്ന് ചോദിച്ചാലേ, അല്ലാതെ നിങ്ങളതിനെ പ്രതികരിക്കേണ്ട. കെ എബ്രഹാം മരിക്കുന്നവരെയും എവിടുന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ വാക്ക് ഓർക്കണം. എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചു, ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ്. പിന്നെ ഈ ഫെയ്ത്ത് ട്രാക്ക് ഓൺലൈൻ മിനിസ്ട്രിയെ പ്രത്യേകം ഞാൻ അനുമോദിക്കുന്നു. ഇങ്ങനെയുള്ള മുഖ്യധാര ശുശ്രൂഷയിൽ നിൽക്കുന്ന ദൈവദാസന്മാർ മനസ്സ് ഭാരപ്പെട്ട് അവരുടെ മനസ്സൊന്ന് തുറക്കാൻ എവിടെ സാധിക്കുമെന്ന് വിചാരിക്കുന്നവർക്ക് ഈ ഫെയ്ത്ത് ട്രാക്ക് ഒരു അനുഗ്രഹമാണെന്ന് തന്നെ ഞാൻ പറയും. ഗോഡ് ബ്ലെസ് യു. എന്തുണ്ടെങ്കിലും ചോദിക്കണം. കെ എബ്രഹാം ഒരു തുറന്ന പുസ്തകമായിരിക്കും മരണം വരെ, കർത്താവിൻ്റെ വരവ് വരെ. ഗോഡ് ബ്ലെസ് യു.